യുദ്ധത്തിനായി പുറപ്പെട്ട സംഘം അവരുടെ യാത്ര തുടരുന്നു. ഇസ്താംബുൾ കൊട്ടാരത്തിൽ സുംബുലാഗയും നിഗാർ കാഫയും തമ്മിൽ സംസാരിക്കുന്നു. വാലിദ സുൽത്താന പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർ ഇവിടുത്തെ എല്ലാ കാഫമാരെയും ആഗമാരെയും ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പെണ്ണുങ്ങളുടെ മേലും എപ്പോഴും ഒരു നോട്ടം വേണം. സുംബുൽ പറയുന്നു. അപ്പോൾ ഇങ്കാര ഇവിടുന്ന് പോയി കഴിയുമ്പോൾ വാലിദ സുൽത്താനെ ഇവിടെയൊക്കെ ഒന്ന് അഴിച്ചു പണിയുമായിരിക്കും അല്ലേ? നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നിഗാർ പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹുറം അവളുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി നിൽക്കുന്നു. അവളെ കണ്ട നിഗാർ പറയുന്നു, ഈ ഹുറത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവളുടെ നിപ്പ് നോക്ക്, അവളുടെ നോട്ടവും നടത്തവും കണ്ടാൽ തോന്നും അവളാണ് ഇവിടുത്തെ ഹസൈക്കി സുൽത്താനെന്ന്. അവരെ കണ്ട ഹുറം തല ചരിച്ച് സുംബുലിനെ അടുത്തേക്ക് വിളിക്കുന്നു. നോക്ക്, അവൾ എങ്ങനെയാണ് എന്നെ വിളിക്കുന്നതെന്ന്. അവളുടെ കൊട്ടാരത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന പോലെയാ. ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്താണ് അവളുടെ മനസ്സിലിരിപ്പെന്ന്. ശരി, ചെല്ല്, നിഗാർ പറയുന്നു. സുംബുലാഗ അവളുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. ഇപ്പോഴെന്താ നിനക്ക് വേണ്ടത് ഹുറം ഹാത്തൂൻ? എനിക്ക് ഈ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം. നിങ്ങൾ എന്നെ നിരാശപ്പെടുത്തിയാണ് സുംബുലാഗ. ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചുവെന്ന് എനിക്ക് സുൽത്താൻ സുലൈമാൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ അറിയിക്കണം. ഒരു കിഴി നാണയം അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. നിഗാർ കാഫ താഴെ നിന്നും അവരെ നോക്കുന്നുണ്ടായിരുന്നു. നിഗാർ കാണാതെ സുംബുൽ ഹുറത്തിനെ കുറച്ച് നീക്കി നിർത്തുന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്നും ആ കിഴി വാങ്ങിയിട്ട് പറയുന്നു, ശരി, ഇന്ന് ഉച്ചയ്ക്ക് നീ വാ, ഞാനെല്ലാം പറഞ്ഞുതരാം. പിന്നെ അവിടെ ഇവിടെ നടന്ന് ആരുമായി പ്രശ്നം ഉണ്ടാക്കരുത്. അവൾ ചിരിച്ചുകൊണ്ട് അയാളെ കുമ്പിട്ടിട്ട് അവളുടെ റൂമിലേക്ക് കയറിപ്പോകുന്നു. സുംബുൽ നോക്കുമ്പോൾ നിഗാർ അവിടെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ചിരിച്ചിട്ട് അവിടുന്ന് മാറിപ്പോകുന്നു. വാലിദ സുൽത്താന ഗാർഡനിലൂടെ നടക്കുന്നു. ദായ ഹാത്തൂനും കൂടെ ഉണ്ടായിരുന്നു. ലാല കാസിം പാഷ അങ്ങോട്ട് വരുന്നു. അയാളെ കാണുന്ന വാലിദ സുൽത്താന ദായ ഹാത്തൂനോട് പറയുന്നു, ദായ, നീ ഇപ്പോൾ പൊക്കോ, എനിക്ക് അയാളോടൊന്ന് തനിച്ച് സംസാരിക്കണം. അവർ പോകുമ്പോൾ ലാല കാസിം പാഷ അവിടേക്ക് എത്തുന്നു. അയാൾ അവരെ ബഹുമാനത്തോടെ കുമ്പിടുന്നു. വാലിദ സുൽത്താന, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. സന്തോഷം ലാല. നിങ്ങൾക്ക് കിട്ടിയ പുതിയ ചുമതലയ്ക്ക് അഭിനന്ദനങ്ങൾ. താങ്കളെ കൗൺസിൽ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചത് എൻ്റെ മകൻ ചെയ്ത വളരെ ശരിയായൊരു കാര്യമാണ്. താങ്കൾ അവനെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ താങ്കളുടെ ചുമതല നന്നായി നിർവഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അയാൾ നന്ദിയോടെ ചിരിച്ചുകൊണ്ട് കുമ്പിട്ടു. എനിക്ക് താങ്കളോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് വാലിദ സുൽത്താന? പറയൂ, എനിക്ക് എന്താണ് ചെയ്യാനാവുക? ഇവിടെ സുൽത്താൻ്റെ ഹെറത്തിലൊരു പെണ്ണുണ്ട്. അവൾ വളരെ സുന്ദരിയാണ്, നല്ല പഠിപ്പുമുണ്ട്. അവൾ റുത്തേനിയയിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ മുസ്ലിമായി കൺവേർട്ട് ചെയ്തു. താങ്കളുടെ മകൻ ബാത്തൂർ ബേക്ക് പറ്റിയ പെണ്ണായിരിക്കും അവൾ. അയാൾ അത് സമ്മതിക്കുന്നു. സുലൈമാൻ സോഫി എന്ന സ്ഥലത്ത് ടെൻറ്റ് കെട്ടി യുദ്ധത്തിനുള്ള ചർച്ചയിലായിരുന്നു. പീരി പാഷയും അഹമ്മദ് പാഷയും അവരുടെ അഭിപ്രായങ്ങൾ സുലൈമാനോടൊരു മാപ്പ് കാണിച്ചുകൊണ്ട് പറയുന്നു. ഇബ്രാഹിമും അവിടെ നിന്നിരുന്നു. ഇൻകാരം, നമുക്ക് 3 സ്റ്റെപ്പുകളായി കാര്യങ്ങൾ ചെയ്യാം. ആദ്യം നമുക്ക് ബോഗർഡെലൻ കാസിൽ പിടിച്ചെടുക്കാം, പിന്നെ സിറൈൻ റീജിയൻ, എന്നിട്ട് ബുദയിലേക്ക് മാർച്ച് ചെയ്തു പോകാം. അഹമ്മദ് പാഷ പറയുന്നു, ബോഗർഡിലൻ കാസിൽ അത്ര പ്രധാനപ്പെട്ട ഒരു കാസിലല്ല. അതിനായി നമ്മൾ നമ്മുടെ പട്ടാളത്തെ വിഭജിക്കേണ്ട കാര്യമില്ല. ആദ്യം ബെൽഗ്രേഡ് വളയുന്നതാവും നല്ലത്. പീരി പാഷ പറയുന്നു. പാർഗളി ഇബ്രാഹിം, നിനക്കെന്ത് തോന്നുന്നു? ഇതിലേതാവും നല്ല ഐഡിയ? സുൽത്താൻ സുലൈമാൻ ചോദിക്കുന്നു. അഹമ്മദ് പാഷ പറഞ്ഞതാവും നല്ലതെന്ന് തോന്നുന്നു. ഇത് യുദ്ധത്തിനായുള്ള പ്ലാനിംഗ് ആണ്. അത് നിന്നെക്കൊണ്ട് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. പീരി പാഷ ഇബ്രാഹിമിനോട് പറയും. നമ്മൾ അഹമ്മദ് പാഷ പറഞ്ഞതുപോലെ ബോഗർഡിലൈനിലേക്ക് ആദ്യം പോകുന്നു, സുലൈമാൻ പറയുന്നു. പീരി പാഷ ഒന്നും മിണ്ടാതെ സുലൈമാനെ നോക്കുന്നു. ദാനൂബ് നദി വഴി കപ്പൽപ്പട എത്തുമ്പോൾ പീരി പാഷ പറഞ്ഞതുപോലെ ബെൽഗ്രേഡ് ആക്രമിക്കാൻ തുടങ്ങും, സുലൈമാൻ പറയുന്നു. എല്ലാവരും പരസ്പരം നോക്കുന്നു. ഹംഗേറിയൻ കിങ് ലൂയിസ് രണ്ടാമൻ വാൾപ്പയറ്റ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഒരു ഗാർഡ് വന്ന് പറയുന്നു, യുവർ മജസ്റ്റി, ഓട്ടോമാൻ സുൽത്താൻ സുലൈമാൻ ആയിരക്കണക്കിന് പട്ടാളക്കാരുമായി സോഫിയയിൽ വന്ന് ടെൻറ്റ് കെട്ടിയിട്ടുണ്ട്. ആ, അവർ വരട്ടെ. അയാൾ അത് വലിയ കാര്യമാക്കാതെ പ്രാക്ടീസ് തുടരുന്നു. അയാളുടെ സഹായി നിസ്സഹായ ഭാവത്തിൽ അയാളെ നോക്കുന്നു. സുംബുലാഗ ഹുറത്തിനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നു. അവൾ ശ്രദ്ധയോടെ അതൊക്കെ കേൾക്കുന്നു. അത് ശരി, ഇനി മുതൽ ഞാൻ വാലിദ സുൽത്താന പറയും പോലെ എല്ലാം കേൾക്കണം. അവർക്കെന്നെ ഇഷ്ടപ്പെട്ടാൽ എനിക്കിവിടെ ബുദ്ധിമുട്ടില്ലാതെ നിൽക്കാം. പിന്നെ ഞാനൊരു ഷേസാദിനെ പ്രസവിക്കണം. അതെ, സുംബുൽ പറഞ്ഞു. എനിക്കൊരു കത്തെഴുതണം സുംബുലാഗ, സുൽത്താൻ സുലൈമാന്. എനിക്ക് അദ്ദേഹത്തോടുള്ള എൻ്റെ പ്രണയം എഴുതി അറിയിക്കണം. എനിക്ക് ടർക്കിഷ് നന്നായി എഴുതാൻ അറിയില്ല. ഞാൻ പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി എഴുതി തരാം. എന്നെക്കൊണ്ടാവൊന്നും പറ്റില്ല. നീ വേണമെങ്കിൽ പോയി നിഗാർ കാഫിയോട് ചോദിക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പോണു. അയ്യോ പോകല്ലേ, എനിക്ക് ഇനിയും ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഇത് മതി. അയാൾ പോകുന്നു. അവൾ നിസ്സഹായമായി അയാളെ തന്നെ നോക്കി നിന്നു. തോട്ടത്തിൽ നിൽക്കുന്ന വാലിദ സുൽത്താനയോട് ദായ ഹാത്തൂൻ വന്ന് പറയുന്നു,
ഹുറം ഈയിടെയായി വളരെ ബിസിയാണ്. അവൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയാണ്. വാലിദ സുൽത്താന ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നു. ഗുൽഫാം വന്ന് പറയുന്നു, വാലിദ സുൽത്താന, ലാലാ പാഷയുടെ മകൻ ബാത്തൂർ ബേ അങ്ങയെ കാണാൻ വന്നിട്ടുണ്ട്. ദായ, ഞാൻ പറഞ്ഞ കാര്യം പോയി ചെയ്യേ. അവരും കുമ്പിട്ടിട്ട് അവിടുന്ന് പോകുന്നു. ബാത്തൂർ ബേ അങ്ങോട്ട് വരുന്നു. വരൂ. ലാലാ പാഷ കാര്യം പറഞ്ഞിരുന്നോ? പറഞ്ഞു. ഇതേ സമയം ഹുറം നിഗാർ കാഫയെ കൊണ്ട് സുൽത്താൻ സുലൈമാനെ ലെറ്റർ എഴുതിക്കുകയായിരുന്നു. എൻ്റെ എത്രയും പ്രിയപ്പെട്ട സുൽത്താനെ, എൻ്റെ സന്തോഷത്തിൻ്റെ ഒരേ ഒരു കാരണമായവനെ, അങ്ങയുടെ ദാസി ഹുറത്തിന് അങ്ങയെ ഒരുപാട് മിസ് ചെയ്യുന്നു. അങ്ങയെ ഒന്ന് കാണാനായി എൻ്റെ ഹൃദയം ദാഹിക്കുകയാണ്. അങ്ങില്ലാതെ എനിക്കിവിടെ ശ്വാസം മുട്ടുകയാണ്. ആയിഷ അങ്ങോട്ട് കയറി വരുന്നു. ആയിഷ, പുറത്തു പോ. ഞാൻ വിളിക്കാതെ അകത്തേക്ക് വരരുത്. ഞാൻ എൻ്റെ ഒരു സാധനം എടുക്കാനായി. ആയിഷ പറഞ്ഞു തീരും മുമ്പേ ഹുറം പറയുന്നു, ഇപ്പോൾ ഒന്നും എടുക്കണ്ട, പുറത്തു പോക്കോ. അവൾ പോകാനായി തിരിയുമ്പോൾ ഹുറം പറയുന്നു, ആ വാതിലടച്ചോ. നിഗാർ കാഫ നോക്കുന്നു. ഹുറം പറയുന്നു, പൊട്ടി ആയിഷ. നീ ഈ ലെറ്റർ എങ്ങനെ സുൽത്താൻ്റെ അടുത്ത് എത്തിക്കും? നിഗാർ ചോദിക്കുന്നു. നിങ്ങളത് എഴുത്, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ചോളാം. നിഗാർ ചിരിക്കുന്നു. അടുക്കളയിൽ പാചകം തകൃതിയായി നടക്കുകയായിരുന്നു. സുംബുലാകെ അങ്ങോട്ട് വരുന്നു. ഇവിടെ എന്താ ഇത്രയും വിഭവങ്ങൾ ഒരുക്കുന്ന? ആർക്ക് വേണ്ടി ഇതൊക്കെ? അറിയില്ല. ദായ ഹാത്തുൻ വന്ന് പറഞ്ഞു ഇന്ന് രാത്രി ഇവിടെ സദ്യ ഒരുക്കാൻ. പാചകക്കാരൻ ഷെക്കേറാകെ പറഞ്ഞു. എന്ത് സദ്യ? എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. സുംബുൽ സംശയിച്ചുകൊണ്ട് നിൽക്കുന്നു. ദായ ഹാത്തുൻ മാഹിദേവരാൻ സുൽത്താനയോട് പറയുന്നു, ഇന്ന് രാത്രി വാലിദ സുൽത്താന ഇവിടെ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് സുൽത്താനെയും ക്ഷണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ സദ്യ? ദായ ഹാത്തുൻ മാഹിദേവരാൻ സുൽത്താനയുടെ ചെവിയിൽ എന്തോ പറയുന്നു. അത് കേട്ടപ്പോൾ മാഹിദേവരാൻ സന്തോഷമായി. അവൾ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ദായ ഹാത്തുൻ അവിടുന്ന് പോകുന്നു. മാഹിദേവരാൻ സന്തോഷത്തോടെ ഗുൽഷയോട് പറയുന്നു, ഗുൽഷ, എൻ്റെ ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ കൊണ്ടുവരൂ. ഗുൽഷ അവരുടെ സന്തോഷം കണ്ട് സംശയത്തോടെ നോക്കുന്നു. ഹുറം അവിടെ ലെറ്റർ വീണ്ടും വീണ്ടും വായിച്ച് അതിനോട് കൂട്ടിച്ചേർക്കലുകൾ ചേർക്കുകയായിരുന്നു. അങ്ങില്ലാതെയുള്ള ജീവിതം എനിക്ക് മരണത്തിന് തുല്യമാണ്. ഇതുകൂടി ചേർക്കൂ, ഹുറം പറയുന്നു. ആരോ ഡോർ തുറന്നു വരുന്ന ഒച്ച കേട്ട് ഹുറം ബഹളം വെച്ച് പറയുന്നു, ആയിഷ, ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വരരുതെന്ന്. നിനക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ദായ ഹാത്തുൻ നിൽക്കുന്നു. ഹുറം, മാന്യമായി, ഇവിടെ മാന്യമായി പെരുമാറണം. ശരി ദായ ഹാത്തുൻ, അവൾ തല കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു. വാലിദ സുൽത്താന നിന്നെ പ്രൈവറ്റ് ഗാർഡനിലേക്ക് വിളിക്കുന്നുണ്ട്. അവൾ സംശയിച്ചുകൊണ്ട് ചോദിച്ചു. വാലിദ സുൽത്താനയോ? അവർക്ക് എന്നെ ഇഷ്ടമാണോ? അതെ, അവർക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ ഹുറത്തിന് സന്തോഷമായി. നിഗാർ സംശയത്തോടെ നോക്കുന്നു. ദായ ഹാത്തുൻ അവിടുന്ന് പോകുന്നു. വാലിദ സുൽത്താനയ്ക്ക് എന്നെ ഇഷ്ടമാണ്, സുൽത്താൻ സുലൈമാൻ എന്നെ ഇഷ്ടമാണ്. ഹുറം ആലോചിച്ചുകൊണ്ട് പോകുന്നു. ദാനൂബ് നദിയിലൂടെ ചെറിയ ബോട്ടുകൾ എത്തിയത് കാണാനായി സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും എത്തുന്നു. അത് കണ്ട സുൽത്താൻ സുലൈമാൻ പറയുന്നു, നീ പറഞ്ഞ നാരോ ഫ്ലീറ്റ് എത്തിയിട്ടുണ്ട് ഇബ്രാഹിം. ഇനി നമുക്ക് നോക്കാം ഇത് എത്രമാത്രം ഉപകാരപ്പെടുമെന്ന്. ഈ നാരോ ഫ്ലീറ്റ് തീർച്ചയായും ഉപകാരപ്പെടും മിക്കവാറും. കാരണം ഇതിൻ്റെ കമാൻഡർ സുൽത്താൻ സുലൈമാനാണ്, ഇബ്രാഹിം പറയുന്നു. സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കുന്നു. അങ്ങയുടെ വിജയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങ് ഗ്രേറ്റ് അലക്സാണ്ടറിനേക്കാൾ മികച്ചൊരു ചക്രവർത്തിയാവും മിക്കവാറും, ഇബ്രാഹിം പറയുന്നു. വാ നമുക്ക് പോകാം ഇബ്രാഹിം. അവർ തിരികെ പോകുന്നു. വാലിദ സുൽത്താനയും ദായ ഹാത്തുമും ഗുൽഫാമും കൂടി ഗാർഡനിൽ നടക്കുകയായിരുന്നു. ഹുറവും നിഗാർ കാഫയും അങ്ങോട്ടേക്ക് എത്തുന്നു. അവർ വാലിദ സുൽത്താനയെ കുമ്പിടുന്നു. സുംബുൽ ലാലാ കാസിം പാഷയുടെ മകൻ ബാത്തൂർ ബേക്ക് ഹുറത്തിനെ ദൂരെ നിന്നും കാണിച്ചു കൊടുക്കുന്നു. വാലിദ സുൽത്താന അവളോട് പറയുന്നു, ഈ ഗാർഡനിൽ ഇങ്ങനെ നടക്കാൻ നല്ല രസമില്ലേ? ഈ റോസാപ്പൂക്കൾ നോക്ക്, നല്ല ഭംഗിയില്ലേ? അതിൽ നിന്നും കുറച്ച് പറിച്ച് എനിക്ക് താ. അതെ, ഈ റോസാപ്പൂക്കളും വാലിദ സുൽത്താനയെ പോലെ സുന്ദരമാണ്. ഞാൻ അത് പറിച്ചു തരാം. അവൾ പൂ പറിക്കാൻ തിരിയുമ്പോൾ ബാത്തൂർ ബേക്ക് അവളെ നന്നായി കാണാനാവുന്നു. അയാൾക്ക് അവളെ ഇഷ്ടമായി. പൂ പറിക്കുമ്പോൾ മുള്ളുകൊണ്ട് അവളുടെ കൈ മുറിയുന്നു. അയ്യോ, ചോര വരുന്നു, ഹുറം പറഞ്ഞു. നിന്നെ ആരെങ്കിലും കണ്ണുവെച്ച് കാണും, വാലിദ സുൽത്താന പറഞ്ഞു. അവൾക്ക് വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? ബാത്തൂർ ബേ ചോദിക്കുന്നു. അവൾക്ക് പ്രശ്നമൊന്നുമില്ല, വിഷമിക്കേണ്ട, സുംബുൽ പറഞ്ഞു. സന്ധ്യയാവുന്നു, നമുക്ക് പോകാം. നിഗാർ കാഫ, ഹുറം ഹാത്തൂൻ, ഞാൻ ഇന്നൊരു പാർട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങളും വരണം, വാലിദ സുൽത്താന പറയുന്നു. ശരി വാലിദ, അവർ ചിരിച്ചുകൊണ്ട് പറയുന്നു. വാലിദ സുൽത്താന ബാത്തൂർ ബേയെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോകുന്നു. രാത്രി ഹുറവും നിഗാറും പാർട്ടിക്ക് റെഡിയാവുന്നു. ഹദീജ സുൽത്താന ഇബ്രാഹിമിന് ലെറ്റർ എഴുതുകയായിരുന്നു. സുൽത്താന, ഗുൽഫാം പുറകിൽ നിന്ന് വിളിക്കുന്നു. ഹദീജ സുൽത്താന ഞെട്ടിപ്പോയി. തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, ഗുൽഫാം, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു ലെറ്റർ എഴുതുകയായിരുന്നു. ഇബ്രാഹിമിനാണോ? അല്ലാതെ വേറെ ആർക്കാ? വാലിദ സുൽത്താന വിളിക്കുന്നുണ്ട്, ഗുൽഫാം പറഞ്ഞു. അവർ പാർട്ടിക്ക് പോകുന്നു.
ഇബ്രാഹിമും ക്യാമ്പിലിരുന്ന് ഹദീജ സുൽത്താനയ്ക്ക് ലെറ്റർ എഴുതുകയായിരുന്നു. ഹദീജ സുൽത്താന കൊടുത്ത തൂവാല അയാളുടെ അടുത്ത് വെച്ചിരുന്നു. അതിലേക്കും അയാൾ നോക്കുന്നുണ്ട്. പെട്ടെന്ന് സുൽത്താൻ സുലൈമാൻ പുറകിലൂടെ വരുന്നു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ ഇബ്രാഹിം? ഇബ്രാഹിം ഞെട്ടിപ്പോയി. അയാൾ ആ ലെറ്റർ വേഗം തീയിലേക്കിടുന്നു. അത് കണ്ട സുലൈമാൻ്റെ മുഖം മാറി. നീ എന്താ എൻ്റെ അടുത്തുനിന്ന് ഒളിപ്പിക്കുന്നത്? അത് ഞാനൊരു കവിത എഴുതാൻ ശ്രമിക്കുകയായിരുന്നു. എൻ്റെ കവിത അത്ര രസമില്ല. എനിക്ക് അങ്ങേയെപ്പോലെ കവിത എഴുതാൻ അറിയില്ല. എൻ്റെ കവിത അങ്ങയെ കാണിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. സുൽത്താൻ സുലൈമാൻ ചിരിക്കുന്നു. നീയും ഹുറത്തിനെ പോലെ എന്നെ ചിരിപ്പിക്കുകയാണല്ലോ ഇബ്രാഹിം. ഇബ്രാഹിമിന് ആശ്വാസമായി. പാർട്ടി നടക്കുമ്പോൾ മറ്റെന്തോ ആലോചിച്ചിരിക്കുന്ന ഹദീജ സുൽത്താനെ വാലിദ സുൽത്താന ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് ഹുറം കയറി വരുന്നു. കൂടെ നിഗാർ കാഫയും ഉണ്ടായിരുന്നു. മാഹിദേവരൻ സുൽത്താനയ്ക്ക് അവളെ കണ്ടപ്പോൾ കൂടുതൽ സന്തോഷമായി. ഹുറവും മറ്റു പെണ്ണുങ്ങളോടൊപ്പം അവിടെ ഇരുന്നു. വാലിദ സുൽത്താന ദായ ഹാത്തൂനോട് ചോദിക്കുന്നു, ബാത്തൂർ ബേ എന്തു പറഞ്ഞു? അയാൾക്ക് അവളെ ഇഷ്ടമായോ? അതെ, ഇഷ്ടമായി. വാലിദ സുൽത്താന തലയാട്ടി. ഹദീജ സുൽത്താൻ ഇത് കേട്ട് അവരെ നോക്കി. മാഹിദേവരൻ സുൽത്താനയുടെയും ഗുൽഷയുടെയും നോട്ടവും ചിരിയും കണ്ട് ഹുറത്തിന് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. വാലിദ സുൽത്താന ദായ ഹാത്തൂനെ നോക്കി അവളെ വിളിക്കാൻ ആംഗ്യം കാണിക്കുന്നു. അവർ പോയി ഹുറത്തിനെ വിളിക്കുന്നു. ഹുറം ഹാത്തൂൻ, എൻ്റെ കൂടെ വാ. അവൾ സംശയിച്ച് അവരെ നോക്കുന്നു. എന്താ, ഞാനെന്തെങ്കിലും ചെയ്തോ? എന്നെ പണിഷ് ചെയ്യാൻ പോവുകയാണോ? പേടിക്കണ്ട, എൻ്റെ കൂടെ വാ. മാഹിദേവരൻ സുൽത്താനയെ അവൾ ഒന്നുകൂടി നോക്കുന്നു. എന്നിട്ട് സംശയിച്ചുകൊണ്ട് അവരോടൊപ്പം ചെല്ലുന്നു. വാലിദ സുൽത്താനയെ കുമ്പിട്ട ശേഷം അവർ പോകുന്നു. ഡോറിനടുത്തെത്തിയ ഹുറം ഒന്നുകൂടി തിരിഞ്ഞ് അവരെ നോക്കുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ മാഹിദേവരൻ സുൽത്താന വാലിദ സുൽത്താനയെ നോക്കി ചിരിക്കുന്നു. പോകുമ്പോൾ ഹുറം ചോദിക്കുന്നു, ദായ ഹാത്തൂൻ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? എനിക്ക് പേടിയാവുന്നു. എന്നെ വീണ്ടും ജയിലിൽ കൊണ്ടുപോയി ഇടാൻ പോവുകയാണോ? നിന്റെ ഇവിടുത്തെ അടിമജീവിതം അവസാനിച്ചു ഹുറം. നീ ഒരു ഭാര്യയായി എഡ്രിൻ പാലസിലേക്ക് പോവുകയാണ്. സുൽത്താൻ സുലൈമാൻ എന്നെ അവിടെ വെയിറ്റ് ചെയ്യുകയാണോ? വാലിദ സുൽത്താന വിസിയർ ലാലാ കാസിം പാഷയുടെ മകൻ ബാത്തൂർ ബേയുമായി നിന്റെ കല്യാണം നടത്തുകയാണ്. ഞാൻ സുൽത്താൻ സുലൈമാൻ്റെ ഭാര്യയാവാൻ പോവുകയാണ്. ഇപ്പോൾ നീ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ മതി. നീ ലാലാ കാസിം പാഷയുടെ മകനെ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് എഡ്രിനിലേക്ക് പോകുന്നു. നാളെ നീ പാലസ് വിടും. ഇല്ല, അത് നടക്കില്ല. ഞാൻ ഇവിടുന്ന് എങ്ങും പോയില്ല. ഞാൻ സുൽത്താൻ സുലൈമാനോടൊപ്പം ഇവിടെ ജീവിക്കും. ഇനി നീ സുൽത്താൻ സുലൈമാൻ്റെ പേര് പറയണ്ട. നിന്റെ കാര്യത്തിൽ വാലിദ സുൽത്താൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നീ അതനുസരിച്ചേ മതിയാവൂ. അവൾ നിസ്സഹായിയായി അവരെ നോക്കിക്കൊണ്ട് കരയുന്നു. മാഹിദേവരൻ സുൽത്താന വാലിദ സുൽത്താനയെ നോക്കിയിട്ട് ഗുൽഷയോട് പറയുന്നു, അള്ളാഹു വാലിദ സുൽത്താനെ അനുഗ്രഹിക്കും. ആ റുത്തേനിയൻ അടിമയെ ഇവിടുന്ന് ഓടിച്ചു വിട്ടില്ലേ? എനിക്ക് അവളുടെ മുഖമൊന്ന് കാണണം. എൻ്റെ സുൽത്താന, ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഗുൽഷ പറഞ്ഞു. അങ്ങനെയൊന്നും പറയണ്ട. ആ നശിച്ചവൾ ഏതെങ്കിലും നരകത്തിലേക്ക് പോട്ടെ. അവർ ചിരിക്കുന്നു. അവരുടെ ചിരി കേട്ട വാലിദ സുൽത്താന ചോദിക്കുന്നു, നിങ്ങൾ എൻജോയ് ചെയ്യുകയാണോ മാഹിദേവരൻ? ഇന്ന് വളരെ സന്തോഷകരമായൊരു രാത്രിയാണ് വാലിദ. അതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നു മുതൽ സന്തോഷകരമായ രാത്രികളും പകലുകളും ആട്ടെ. ഹദീജ സുൽത്താൻ അപ്പോഴും നിർവികാരയായിരിക്കുകയായിരുന്നു. അങ്ങനെയല്ലേ ഹദീജ? വാലിദ സുൽത്താൻ അവളുടെ കയ്യിൽ തട്ടിയിട്ട് ചോദിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ. ഇൻകാരൻ സുരക്ഷിതമായി ഇവിടേക്ക് തിരിച്ചെത്തട്ടെ, ഹദീജ സുൽത്താന പറഞ്ഞു. ഹുറം കരഞ്ഞുകൊണ്ട് നിലത്തിരിക്കുകയായിരുന്നു. നീ നിന്റെ ചേംബറിലേക്ക് പൊക്കോ. കരയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നാളെ നിന്റെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമായെടുക്കുക, ദായ ഹാത്തൂൻ പറഞ്ഞു. ഞാൻ വാലിദ സുൽത്താനോട് സംസാരിക്കാൻ പോവുകയാണ്. എന്നോട് ക്ഷമിക്കാൻ ഞാൻ അവരോട് അപേക്ഷിക്കും. മാഹിദേവരൻ സുൽത്താന അങ്ങോട്ട് വരുന്നു. അത് കണ്ട് ദായ ഹാത്തൂൻ പറയുന്നു, നീ വേഗം നിന്റെ ചേംബറിലേക്ക് പൊക്കോ. അവൾ അവരുടെ കൈ തട്ടി മാറ്റിയിട്ട് മാഹിദേവരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. നവവധുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു, മാഹിദേവരൻ സുൽത്താന പറയുന്നു. ഗുൽഷ അവിടെ നിന്ന് ചിരിക്കുന്നു. ഞാൻ ആരുടെയും നവവധുവല്ല. ഇതെൻ്റെ പാലസാണ്. ഞാൻ ഇവിടുന്ന് എങ്ങും പോവില്ല. ഞാനാണ് സുൽത്താൻ സുലൈമാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പെണ്ണ്. എന്നെ തൊട്ടാൽ സുൽത്താൻ നിങ്ങളെ വെച്ചേക്കില്ല, ഹുറം പറയുന്നു. ദായ ഹാത്തൂൻ, ഈ വായാടി അടിമയെ എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോ, മാഹിദേവരൻ പറയുന്നു. ഞാൻ വായാടിയുമല്ല അടിമയുമല്ല. എൻ്റെ പേര് ഹുറം സുൽത്താൻ. ദായ ഹാത്തൂൻ അവളെ വലിച്ചുകൊണ്ട് പോകുന്നു. മാഹിദേവരൻ സുൽത്താനയും ഗുൽഷയും അവളെ നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുന്നു. ക്യാമ്പിൽ സുൽത്താൻ സുലൈമാനും പാഷമാരും ഇബ്രാഹിമും യുദ്ധത്തിനുള്ള പ്ലാനിങ്ങിലായിരുന്നു. രാത്രി മാഹിദേവരൻ സുൽത്താൻ ഗുൽഷയോട് പറയുന്നു, നീ കണ്ടില്ലേ അവൾ എന്നോട് പെരുമാറിയ രീതി? ഞാൻ അവൾക്കിട്ട് നല്ല തല്ല് വെച്ച് കൊടുക്കേണ്ടതായിരുന്നു. അവൾ പറയുക അവളിവിടുന്ന് പോവില്ലാന്ന്. ഞാൻ സുൽത്താൻ സുലൈമാൻ്റെ പെണ്ണാണെന്ന്. ഹസൈക്കി സുൽത്താനെ അവൻ വന്നിരിക്കുന്ന ഒരു റഷ്യൻ അടിമ. എനിക്ക് തോന്നുന്നു അവൾ ആകെ പേടിച്ചിരിക്കുകയാണ്. അതാ അങ്ങനെയൊക്കെ പെരുമാറിയതും പറഞ്ഞതും, ഗുൽഷ പറയുന്നു. അവൾ ഇവിടുന്ന് പോവും. കരഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല.
ഹുറം അവളുടെ റൂമിൽ കിടന്ന് ഒച്ച വെച്ചുകൊണ്ട് എല്ലാം എടുത്ത് വലിച്ചെറിയുന്നു. ആയിഷ അത് നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ ഇവിടുന്ന് പോവില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും, ഞാൻ പോവില്ല. ആയിഷ അവളെ തടയാൻ ശ്രമിക്കുന്നു. ഹുറം, ഇങ്ങനെ കിടന്ന് അലറിയാൽ അവർ കേൾക്കും. ഹുറം അവളെ തള്ളി മാറ്റുന്നു. എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ എന്ത് ചെയ്തു? നീയും അവരുടെ സൈഡാ. ദായ ഹാത്തൂനും നിഗാർ കാഫിയും അങ്ങോട്ട് കയറി വരുന്നു. ഇവിടെ ഒച്ച വയ്ക്കരുത്, ദായ ഹാത്തൂൻ പറയുന്നു. ഞാൻ ഇവിടുന്ന് പോവില്ല, ഹുറം ഒച്ച വെച്ച് പറഞ്ഞു. ദായ ഹാത്തൂൻ അവളെ ഒറ്റ അടി കൊടുത്തു. അവൾ അവിടെ വീണുപോയി. ആയിഷയും നിഗാർ കാഫയും അവളെ നിസ്സഹായരായി നോക്കി നിന്നു. ദായ ഹാത്തൂൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നിഗാറും അവളെ ഒന്ന് നോക്കിയിട്ട് പോകുന്നു. അവർക്കെൻ്റെ ഡെഡ് ബോഡിയെ എഡ്രിനൽ പാലസിലേക്ക് കൊണ്ടുപോകാനാവും, അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. വാലിദ സുൽത്താന എന്തോ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നു. ദായ ഹാത്തൂൻ വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വരുന്നു. അവർ അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന പെണ്ണിനോട് ദായ ഹാത്തൂൻ എന്തു പറ്റിയെന്ന ഭാവത്തിൽ നോക്കുന്നു. എനിക്കറിയില്ല എന്നവൾ തലയാട്ടുന്നു. ഗുഡ് മോർണിംഗ് വാലിദ സുൽത്താന, അങ്ങ് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. എന്തുപറ്റി വിഷമിച്ചിരിക്കുന്നത്? ഇന്നലെ ഹുറം ബഹളം വെച്ചതുകൊണ്ടാണോ? അല്ല, ഒന്നുമില്ല ദായ. പിന്നെ ആ വായാടി ഹുറം ഇപ്പോൾ എന്തെടുക്കുന്നു? അവൾ ഭയങ്കര ബഹളമാ, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ ദായ, ഞാൻ ചോദിക്കാം. ദായ ഹാത്തൂൻ അവരെ കുമ്പിട്ടിട്ട് പോകുന്നു. ഹുറത്തിനെ കാണാത്തത് കൊണ്ട് മരിയ ആയിഷയോട് ചോദിക്കുന്നു. ആയിഷ, ഹുറ എവിടെയാ? അവൾ മുകളിൽ റൂമിലുണ്ട്, സുംബുലാഗിയുമായി സംസാരിക്കുന്നുണ്ട്. അവൾ ഇന്നലെ രാത്രി ഭയങ്കര ബഹളമായിരുന്നു. ചിലപ്പോൾ അവളെ വഴക്ക് പറയുകയാവും. എന്തിനാ ബഹളം വെച്ചത്? എനിക്കറിയില്ല, ഞാനിവിടുന്ന് പോവില്ല, ചത്ത് കളയും എന്നൊക്കെ പറഞ്ഞാൽ ബഹളം വയ്ക്കുന്നത്. ആയിഷ പരിഹാസത്തോടെ പറഞ്ഞിട്ട് പോകുന്നു. ഹുറം സുംബുലാഗിയോട് ദയനീയമായി കരഞ്ഞപേക്ഷിക്കുകയായിരുന്നു. സുംബുലാഗ, പ്ലീസ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല ഹുറം ഹാത്തൂം. ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. വാലിദ സുൽത്താന പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാനാവില്ല. എന്തെങ്കിലും ചെയ്താൽ എൻ്റെ തല പോവും. ഞാൻ എത്ര സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്ക് തന്നു, എന്നിട്ടും ഇങ്ങനെ പറയാൻ നാണമില്ലേ? എനിക്ക് ഒളിച്ചിരിക്കാനൊരു സ്ഥലം കാണിച്ചു തന്നാൽ മതി. പ്ലീസ്, എൻ്റെ അവസ്ഥ മനസ്സിലാക്ക്, അവൾ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സുംബുൽ ദേഷ്യത്തിൽ കൈ തട്ടിയിട്ട് പറയുന്നു. മതി, എല്ലാം തീർന്ന്, നീ ഇവിടുന്ന് പോകുന്നു. നിഗാർ കാഫ വിളിച്ചു പറയുന്നു. സുംബുലാഗ, വാലിദ സുൽത്താന ഹുറത്തിനെ വിളിക്കുന്നുണ്ട്, അവളെ കൊണ്ടുവാ. ഹുറം അത് കേട്ട് നിസ്സഹായയായി നിന്നു. നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ. വാലിദ സുൽത്താനയുടെ മുമ്പിൽ ചെന്ന് ഇതുപോലെ സംസാരിക്കാൻ നിൽക്കരുത്. അവർ എന്ത് പറഞ്ഞാലും അനുസരിക്കണം, അല്ലെങ്കിൽ നിന്റെ ഈ മനോഹരമായ തല ഇവിടെ കാണില്ല, സുംബുൽ പറയുന്നു. അത് കേട്ട് ഹുറം കരയുന്നു. പോകാൻ കൂട്ടാക്കാത്ത അവളെ സുംബുൽ ഉന്തി തള്ളി കൊണ്ടുപോകുന്നു. നടക്കങ്ങോട്ട്. താഴെ എത്തിയപ്പോൾ മരിയ അവളെ നിസ്സഹായയായി നോക്കി നിന്നു. നിഗാർ അവളെ കൊണ്ടുപോകുന്നു. ഹുറത്തിനെ വാലിദ സുൽത്താനയുടെ മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തി നിർത്തുന്നു. നീ ആരാണെന്ന നിന്റെ വിചാരം? ഞാൻ എടുത്ത തീരുമാനം എതിർക്കാൻ? ഇത് നിന്റെ പാലസാണോ? ആരാ നിന്നെ ഇങ്ങനെ പഠിപ്പിച്ചത്? നീ ഞാൻ പറയുന്ന അനുസരിച്ചേ മതിയാവും, മനസ്സിലായോ? വാലിദ സുൽത്താന ദേഷ്യപ്പെട്ടു പറഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ സുൽത്താന. മിണ്ടിപ്പോരുത്, നീ ചെയ്തത് വലിയ തെറ്റാണ്. നിന്നെപ്പോലെ അനുസരണയില്ലാത്ത ഒരു പെണ്ണിനെ ഇവിടെ വേണ്ട. നീ ഈ കാണിക്കുന്നതിന് നിന്റെ തല വെട്ടുകയാണ് വേണ്ടത്. പക്ഷെ ഞാൻ കരുണ കാണിച്ചു, നിന്നെ വിവാഹം കഴിച്ചു വിടുന്നു. എനിക്ക് കല്യാണം കഴിക്കണ്ട. ഞാനിപ്പോൾ ഒരു മുസ്ലിം പെണ്ണാണ്. അയാളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നോട് ക്ഷമിക്കണം, കരുണ കാണിക്കണം. നീ ഞങ്ങളുടെ മതത്തിൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിഴയ്ക്കണ്ട. ദായ, ഇവളെ എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോ. എനിക്ക് ഇവളെ ഇനി കാണണ്ട. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം, വാലിദ സുൽത്താന പറഞ്ഞു. ദായ ഹാത്തൂൻ അവളെ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. എൻ്റെ സുൽത്താന, എന്നെ പറഞ്ഞു വിടരുത്, എനിക്ക് പോകാനാവില്ല, ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഹുറം പറഞ്ഞു. അത് കേട്ട് വാലിദ സുൽത്താന ഞെട്ടി. എല്ലാവരും സംശയിച്ച് പരസ്പരം നോക്കി. ഹുറം അവിടെ നിന്ന് പരിങ്ങി. വാലിദ സുൽത്താന ഹുറത്തിനോട് പറയുന്നു. നീ നുണ പറയുകയാണെന്ന് തെളിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്താവുമെന്ന് അറിയുമോ? അറിയാം, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഞാൻ സുൽത്താൻ സുലൈമാൻ ഒരു ഷഹസാദിനെ കൊടുക്കാൻ പോവുകയാണ്. വായടയ്ക്ക്. അവളെ പിടിച്ച് അവളുടെ ചേംബറിൽ കൊണ്ട് അടയ്ക്കിതായ, വാലിദ സുൽത്താന പറയുന്നു. പിന്നെ മറ്റാർക്കെങ്കിലും ഇതേപ്പറ്റി അറിയുമോ? വാലിദ സുൽത്താന ചോദിച്ചു. ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതെന്താ? എന്താ നീ ഇത് രഹസ്യമാക്കി വെച്ചത്? കുട്ടി കുറച്ചുകൂടി വളർന്നിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അപകടമാണെന്ന് പറഞ്ഞു. ശരി, നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ നീ പൊക്കോ. നിഗാർ കാഫ അവളെ കൊണ്ടുപോകുന്നു. വാലിദ സുൽത്താന ദായ ഹാത്തൂനോട് ചോദിക്കുന്നു. അവൾ പറയുന്നത് സത്യമാവുമോ? അവൾ എന്തും പറയുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എൻ്റെ സുൽത്താന, ദായ ഹാത്തൂൻ പറഞ്ഞു. അവൾ പറയുന്നത് ശരിയാണെങ്കിൽ ലാലാ പാഷയോട് ഞാൻ എന്തു പറയും? അയാളുടെ മകൻ അവളെ കൊണ്ടുപോകാൻ റെഡിയായിരിക്കുകയാണ്. ഇത് കഷ്ടമായിപ്പോയി. തിരിച്ചു പോകുമ്പോൾ ഹുറത്തിൻ്റെ മുഖത്ത് പേടിയുണ്ടായിരുന്നു. സുൽത്താൻ സുലൈമാൻ ഗവർണർമാരോടൊപ്പം മീറ്റിങ്ങിലായിരുന്നു. ഇൻക്യാരം, ബെൽഗ്രേഡിൽ വെച്ചാണ് ദാനൂബ് നദിയും സാവാ നദിയും കൂടി ചേരുന്നത്. നമുക്കവിടെ വെച്ച് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാവും. ഹംഗറിയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബെൽഗ്രേഡ്. ഹംഗറി കിങ് ലൂയിസ് രണ്ടാമൻ ഇപ്പോഴും ബുദാ പാലസിൽ സുഖിച്ച് കഴിയുകയാണ്.
അങ്ങേക്ക് അങ്ങയുടെ പിതാവിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും ആഗ്രഹം സാധിക്കാനാവും. മീറ്റിങ്ങിനെത്തിയ ഗവർണർ ബാലിബെ സുൽത്താൻ സുലൈമാനോട് പറയുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഹുസർബെ? സുൽത്താൻ സുലൈമാൻ മറ്റൊരു ഗവർണറോട് ചോദിക്കുന്നു. ബാലിബെ പറഞ്ഞത് കറക്റ്റാണ്. സ്മെദാറോയിലെ പട്ടാളക്കാർ അങ്ങേക്കായി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇൻക്യാരം. പിന്നെ കാസിലിൻ്റെ മതിലുകൾ ചാടിക്കടക്കാൻ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് മറ്റൊരു ന്യൂസ് കേട്ടു. ഇന്ന് രാത്രി സ്യൂമൻ കാസിലിൽ വെച്ചൊരു കല്യാണം നടക്കുന്നുണ്ട്. കമാൻഡറിൻ വിവാഹിതനാവുകയാണ്. അവർ തിന്നും കുടിച്ചും മതോന്മത്തരായിരിക്കുകയായിരിക്കും ഇന്ന് രാത്രി അവിടെ. ഇന്ന് രാത്രി സ്യൂമൻ കാസിലിൽ അറ്റാക്ക് ചെയ്യാനാവുകയാണെങ്കിൽ നല്ലതാണ് ഇൻക്യാരം, ഹുസർബെ പറഞ്ഞു. നല്ല ഐഡിയ ഹുസർബെ. താങ്കളുടെ ആർമിയുമായി ഇന്ന് തന്നെ അത് ചെയ്തോ. ബുധയുടെ കാര്യം പിന്നീട് നോക്കാം. ബെൽഗ്രേഡിൽ പാലം നിർമ്മിക്കാനുള്ള ജോലി നാളെ തന്നെ തുടങ്ങാൻ പറയാം, സുലൈമാൻ പറഞ്ഞു. ഇൻക്യാരം, ഇന്ന് രാത്രി സ്യൂമൻ കാസിൽ അറ്റാക്ക് ചെയ്യാൻ അങ്ങും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമോ? തീർച്ചയായും. നമുക്ക് ഒരുമിച്ച് ആ കല്യാണം നമ്മുടെ വിജയാഘോഷമാക്കി മാറ്റാം, സുലൈമാൻ പറയുന്നു. ഹംഗേറിയൻ കിങ് ലൂയിസ് രണ്ടാമൻ ഒരു നദീതീരത്തിരുന്ന് റിലാക്സ് ചെയ്ത് ഫ്രൂട്ട്സ് കഴിക്കുന്നു. അയാളുടെ സഹായി ആൻഡ്രൂവിൻ്റെ മുഖത്ത് ടെൻഷൻ കണ്ട് ലൂയിസ് പറയുന്നു. ഒന്ന് ചിരിക്കൂ ആൻഡ്രൂ. സുൽത്താൻ സുലൈമാൻ്റെ കാര്യം വിട്ടുകളഞ്ഞേക്ക്. അയാൾ വളരെ ദൂരെയാണ്. നമുക്ക് ഇന്ന് രാത്രി സ്യൂമൻ കാസിലിൽ പോകാം. കൗണ്ട് ഏരിയയിൽ ഇന്ന് വിവാഹിതനാവുകയാണ്. നമുക്ക് അവിടെ ഇന്ന് അടിച്ചു പൊളിക്കാം ആൻഡ്രൂ. ആൻഡ്രൂ അപ്പോഴും ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അയാളെ നോക്കുന്നു. മരിയ ഹുറത്തിൻ്റെ ഡോറിൽ വന്ന് മുട്ടുന്നു. ഹുറം, ഹുറം, എനിക്ക് ഈ റൂമിന് വെളിയിൽ പോകാനാവില്ല, ഡോർ തുറന്ന് ഹുറം പറഞ്ഞു. വാലിദ സുൽത്താൻ എന്ത് ചെയ്തു? അവർ എന്നെ ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കാൻ നോക്കി. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു അവരോട്. അത് കേട്ട മരിയ ഞെട്ടിപ്പോയി. ഞെട്ടണ്ട, ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല. ഞാൻ രക്ഷപ്പെടാനൊരു നുണ പറഞ്ഞതാ. അവരറിഞ്ഞാൽ നിന്നെ കൊന്നു കളയും ഹുറം. ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ എന്നെ സഹായിക്കും മരിയ. അയ്യോ, അതൊന്നും വേണ്ട. നിഗാർ കാഫ വരുന്നത് കണ്ട് മരിയ വേഗം അവിടുന്ന് പോയി. ഹുറം അകത്ത് കയറി വാതിലടച്ചു. നിഗാർ കാഫ അതിനകത്തേക്ക് കയറുന്നു. കൊട്ടാരത്തിലെ കുക്ക് ഷെക്കേറാഗയും സുംബുലാഗയും സംസാരിക്കുന്നു. ഹുറത്തിനെ കല്യാണം കഴിപ്പിച്ച് അയക്കുകയാണോ? ഷെക്കേറാഗ ചോദിച്ചു. കല്യാണമൊന്നുമില്ല, അവളെ എഡ്രിനിലേക്ക് പറഞ്ഞു വിടുന്നു. പേടിക്കണ്ട, നിനക്ക് സദ്യയൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല, സുംബുൽ പറഞ്ഞു. ഇൻക്യാരത്തിന് അവളെ വലിയ ഇഷ്ടമായിരുന്നു. ഇനി അദ്ദേഹം വരുമ്പോൾ അവളെ അന്വേഷിച്ചാൽ എന്തു പറയും? അതൊക്കെ വാലിദ സുൽത്താൻ എന്തെങ്കിലും ചെയ്തോളും. ദായ ഹാത്തുൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുന്നു. അവരെ കണ്ട് രണ്ടുപേരും എഴുന്നേറ്റു. സുംബുലിനെ അന്വേഷിച്ചിട്ട് കണ്ടുകിട്ടാനില്ലല്ലോ. ഷെക്കേറാഗ, നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? ചെല്ല്, നിങ്ങളുടെ ജോലി ചെയ്തു തീർക്ക്. സുംബുൽ ദായ ഹാത്തുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു. എന്തു പറ്റി ദായ ഹാത്തുൻ? എന്തിനാ എന്നെ അന്വേഷിച്ചേ? ഹുറം പറയുന്നത് അവൾ പ്രഗ്നൻ്റ് ആണെന്നാ. അവളൊരു പൂച്ചയാണ്. എങ്ങനെ വീണാലും 4 കാലിൽ വീഴും. അവൾ വെറുതെ പറയുന്നതാവും, സുംബുൽ പറഞ്ഞു. വാലിദ സുൽത്താൻ അവൾ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യണം, അവളോട് ഇതേപ്പറ്റി ഒന്ന് ചോദിച്ചറിയണം. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലാണെന്ന്, ദായ ഹാത്തുൻ പറയുന്നു. അത് കേട്ട സുംബുലൊന്ന് ഞെട്ടി. അവൾ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുന്നു. ലാലാ കാസിം പാഷയും അയാളുടെ മകൻ ബാത്തൂർ ബെയും ഹുറത്തിനെ കൊണ്ടുപോകാനായി വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ബാത്തൂർ ബെ ക്ഷമ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് ലാലാ കാസിം പാഷ ചോദിക്കുന്നു. നീ വളരെ എക്സൈറ്റഡ് ആണല്ലോ. വിഷമിക്കണ്ട, ഹുറം ഹാത്തുൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടെത്തും. നീ അവളെ കണ്ടതല്ലേ? വാലിദ സുൽത്താന പറഞ്ഞ പോലെ അവൾ സുന്ദരിയാണോ? അതെ, അയാൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഹുറവും നിഗാറും ഹുറത്തിൻ്റെ ചേംബറിൽ ഇരിക്കുമ്പോൾ സുംബുൽ അങ്ങോട്ട് കയറി വരുന്നു. എങ്ങനെയുണ്ട് ഹുറം? സുഖമാണോ? പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഇന്ന് നിന്റെ ഏറ്റവും സന്തോഷകരമായ ദിവസമല്ലേ? ഇനി ഇതെങ്ങാനും ഒരു ഷേസാദാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. എന്താ സുഖം! വാവ് വാവ്. എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നേ? ഹുറം ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. നിഗാർ കാഫയും സുംബുലാഗയും പരസ്പരം നോക്കി. മാഹിദേവരൻ, ആ സ്ത്രീ എന്നെ കൊന്നുകളയും. നീ കള്ളം പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും അല്ലേ നിഗാർ കാഫ? നിഗാർ കാഫ തലയാട്ടി. ആ ഗ്രീക്ക് പെണ്ണിനെ ഓർക്കുന്നുണ്ടോ? സുംബുൽ നിഗാറിനെ നോക്കി ചോദിക്കുന്നു. നിഗാർ ഒന്ന് സുംബുലിനെ സംശയിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് പറയുന്നു. ആ അതെ അതെ, ഓർക്കുന്നുണ്ട്. അവൾ എല്ലാവരോടും പറഞ്ഞു നടന്നു അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അതും പറഞ്ഞ് ഗോൾഡ് കോയിൻസും ഗിഫ്റ്റും എല്ലാം വാങ്ങി. എന്നിട്ടൊരു പില്ലോ കെട്ടിവെച്ച് നടന്നു. അവസാനം ഫിസിഷ്യൻ വന്ന് പരിശോധിച്ചപ്പോൾ സത്യം മനസ്സിലായി. അവളുടെ വയറ് കീറി അവളെ കൊന്നുകളഞ്ഞു. സത്യം പറ, നീ പ്രഗ്നൻ്റ് ആണോ? അവൾ ഒന്നും പറയാതെ സുംബുലിനെ തന്നെ നോക്കി നിന്നു.